ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രഷ് ലൈഫ്. ഐ എം ലക്സി. ഇന്ന് നമുക്ക് നമ്മുടെ പഴമക്കാരുടെ ഒരു പലഹാരമായിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കി നോക്കാം. പഴമയുടെ പലഹാരമാണെങ്കിലും ഇപ്പോഴും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണത്. കള്ള ഒഴിച്ചിട്ടാണ് ഇന്ന് നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് നല്ല വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അതേ അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയുടെ ആ ഒരു ക്വാളിറ്റിയും നമ്മുടെ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ്സിനെയൊക്കെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് നല്ല അരിപ്പൊടി തന്നെ നമ്മൾ ഉപയോഗിക്കണം. പച്ചരി കുതിർത്ത് വെച്ചിട്ടും അത് അരച്ചെടുത്ത് നമുക്കിതുപോലെ വട്ടയപ്പം ഉണ്ടാക്കാം. ഞാനിവിടെ 1 കിലോ അളവിലാണ് പൊടി എടുത്തിരിക്കുന്നത്. ഈ 1 കിലോ അളവിലെ പൊടിയും അതിൻ്റെ മറ്റു കൂട്ടുകളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആവറേജ് സൈസിലുള്ള ഒരു 10 വട്ടയപ്പം നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് അല്പനേരം കഴിഞ്ഞ് ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. 3 കപ്പ് തേങ്ങ ചുരുകിയതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1.5 മുറി തേങ്ങയാണ് ചുരുകിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായി അരച്ച് എടുക്കാനുള്ള അളവിലുള്ള 1 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഈ വട്ടയപ്പത്തിൽ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ചേർക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് ഈ പൊടിയൊന്ന് കുറുക്കിയെടുക്കണം. ഈ പ്രോസസ്സിന് നമ്മൾ കപ്പി കാഴ്ചയെടുക്കുക എന്നൊക്കെയാണ് പറയുക. ഈ വട്ടയപ്പം നല്ലപോലെ സോഫ്റ്റ് ആകുന്നതിനാണ് നമ്മളിങ്ങനെ കുറുക്കി ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഈ എല്ലാ കൂട്ടുകളും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള കള്ളാണ്. നല്ല ചെത്തിയിറങ്ങിയ തെങ്ങിൻ്റെ കള്ളാണ് ചേർക്കുന്നത്. കള്ള് ഇല്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് നാളികേരത്തിൻ്റെ വെള്ളമാണ്. നാളികേരം പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്കിതിനുള്ള വെള്ളം നമുക്ക് മാറ്റി വയ്ക്കണം. ആ നാളികേര വെള്ളം ഇതിൻ്റെ ഒരു സ്പെഷ്യൽ രുചിക്കൂട്ട് തന്നെയാണ്. അതുപോലെ നാളികേരം ചുരുക്കിയെടുക്കുമ്പോൾ ചിരട്ടയോട് ചേർത്ത് ചിരകരുത്. ചിരട്ടയുടെ മൊരി ചേർന്ന് വന്നാൽ അപ്പത്തിന് ആ നല്ലൊരു വെള്ള നിറം കുറഞ്ഞു പോകും. അതുകൊണ്ട് മാത്രമാണ്, രുചിയിൽ വ്യത്യാസമൊന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് അധികം ചിരട്ടയുടെ മൊരി ചേർക്കാതെ മാത്രം നമുക്ക് നാളികേരം ചുരുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത്. നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് 700 ഗ്രാം പഞ്ചസാരയാണ് ആവശ്യമുള്ളത്. ഇനി നമുക്കിതിലേക്ക് പൊടി കുറുക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ സ്മൂത്ത് ആവാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഒന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊക്കെ അരച്ചെടുക്കാനായിട്ട്. നമ്മൾ മിക്സിയിലിട്ട് ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇഡലി മാവൊക്കെ അരച്ചെടുക്കുന്ന പോലെ ആ ഒരു പാകത്തിന് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഒരു വായ്വട്ടം കുറഞ്ഞ ഒരു കലമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. കള്ളൊഴിച്ച് കലക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ മാവ് പൊന്തി വരും. നല്ലതുപോലെ പൊന്തി വന്നതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ആ പൊന്തി വന്ന ഭാഗം ഒഴിച്ചാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഈസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 2-2.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതുപോലെ മാവ് പൊന്തി വരും. പെട്ടെന്ന് പൊന്തിക്കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ അല്പനേരം വെയിലത്തോ അല്ലെങ്കിൽ അടുപ്പിനരികിലോ വെച്ചിരുന്നാലും അല്പനേരം മുൻപേ ആയിട്ട് ഇതുപോലെ പൊന്തി കിട്ടും. നമ്മുടെ മാവ് നല്ലതുപോലെ പൊന്തി നല്ല പാകമായിട്ടുണ്ട്. ഈ പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ പകർത്തി എടുത്ത് ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും ഇത് ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി വെക്കരുത്. പൊന്തി വന്ന ആ മാവാണ് നമ്മൾ എടുത്ത് കോരി ഒഴിക്കേണ്ടത്. അങ്ങനെ വരുന്ന മാവിൽ നിന്ന് നമുക്ക് എണ്ണം കൂടുതൽ അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ അപ്പം വേവിച്ചെടുക്കുന്നതിനായിട്ട് സ്റ്റീൽ പ്ലേറ്റുകളിലാണ് ഇത് ഒഴിച്ചു വയ്ക്കുന്നത്. ഇതുപോലെ പ്ലേറ്റ് എടുത്ത് അതിന്
അല്പം വെളിച്ചെണ്ണയോ നെയ്യോ അതിലേക്ക് തടവി കൊടുക്കാം. അപ്പം പാത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യ് തടവി കൊടുക്കുന്നത്. ഒരു പ്ലേറ്റിൽ അതിൻ്റെ കാൽഭാഗത്തിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നിറയെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ഒരു കേക്ക് ട്രേയിലും വേണമെങ്കിൽ നമുക്ക് അപ്പം വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ ഒഴിക്കുന്ന ക്വാണ്ടിറ്റി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കൂടുതൽ കനമായാൽ അപ്പം വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ സിംഗിളായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൽ നമുക്കിതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിന് മുകളിൽ സ്റ്റൗവിൽ വെക്കുമ്പോൾ നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചാണ് വേവിക്കുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ ഒരു അപ്പം വെന്ത് കിട്ടാനായിട്ട് നമുക്ക് സമയമെടുക്കും കേട്ടോ. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മുന്തിരിയും കാഷ്നട്ടും ആണ്. ഈ ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. നിങ്ങളിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക്